നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ 50,000 ഫോളോവേഴ്സ് ആയ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടു. 50,000 ഫോളോവേഴ്സായി, താങ്ക് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതൊക്കെ ഒരുപാട് പേര് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതിൽ എന്നോട് വളരെയധികം സ്നേഹമുള്ള എൻ്റെ ഒരു ഫോളോവർ ഒരാളെന്നോട് ചോദിച്ചു, ഗീവ് അവേ ആയിട്ട് iPhone 16 പ്രോയോ എന്തോ ആണോ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഈ പറയത്തക്ക രീതിയിൽ യാതൊരുമായ വരുമാനവും കിട്ടുന്നില്ല. ഞാൻ പിന്നെ iPhone 16 പ്രോയുടെ ഒരു ചാർജർ പോലും മേടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഇതിന് iPhone 16 പ്രോ കൊടുക്കരുത്, ഞങ്ങൾ ചുമ്മാ തമാശ പറഞ്ഞങ്ങ് പോയി. പക്ഷെ പിന്നീട് ഞാൻ ഇങ്ങനെ പല ആൾക്കാരും ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്ന ഇതൊക്കെ നോക്കിയപ്പോൾ iPhone 16 പ്രോയെ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ നമ്മൾ ശരിക്കും ഉപയോഗിക്കാറുണ്ടോ? അല്ല, ഈ സ്മാർട്ട് ഫോണിൻ്റെ ഉപയോഗം എന്താണ്? ഞാൻ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് എൻ്റെ ഒരു ടൈമിൽ, അതായത് എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു 30 to 40% ടൈമും സോഷ്യൽ മീഡിയയിൽ ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ നോർമലി ഫോൺ യൂസ് ചെയ്യുന്നത് ഫേസ്ബുക്ക് നോക്കാൻ, വാട്സപ്പ് നോക്കാൻ, ഇൻസ്റ്റാഗ്രാം നോക്കാൻ, അങ്ങനെ 2-3 ആപ്ലിക്കേഷൻസ് മാത്രം. കോള് വരുന്ന എടുക്കുന്നുണ്ട്, കോള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെസ്സേജസ് വരുന്നത് വായിക്കുന്നുണ്ട്, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ എന്തോ ഒരു ഉപയോഗം ഈ ഫോണിനകത്തുണ്ടെന്നറിയാം. മറ്റ് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ഫോണിൽ. പക്ഷെങ്കിൽ ഇന്ന് ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുടെ പോലും 1-1.5-2 ലക്ഷം രൂപ വിലയുള്ള ഫോണുകളാണ്. അതൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഓഫ് മണിയാണ് ഈ ഫോണിന് വേണ്ടിയിട്ട് പൈസ കളയുക എന്ന് പറയുന്നത്. അതുപോലെ ഉപയോഗമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും നല്ല കാര്യം, അവരുപയോഗിക്കട്ടെ. പക്ഷെങ്കിൽ ഉപയോഗം ഇല്ലാത്ത ആൾക്കാരുടെ പോലും ഇങ്ങനെ മറ്റൊരാളെ കാണിക്കാനായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഫോൺ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സംഭവം പറയാം. നമ്മുടെ ഇത് ഈ വേസ്റ്റ് ആണെന്നുള്ളൊരു തെളിവാണ് കേട്ടോ. കാരണം എനിക്ക് ചിന്ത വന്നത് ഒരു അങ്കിൾ പറഞ്ഞാണ്. എനിക്കറിയുന്നൊരു വ്യക്തി ഭയങ്കര കാശുകാരനാണ്, ഒരുപാട് കാശുണ്ട് ആ മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നൊരു 10-11 വർഷം മുമ്പ് കണ്ടതാണ്. അപ്പം അന്ന് കണ്ടതിന് ശേഷം ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണ്ടിരുന്ന ഒരു നോർമൽ ഒരു സ്മാർട്ട് ഫോൺ, എനിക്ക് തോന്നുന്നു J5 അങ്ങനെ ഉണ്ടാകുന്ന തോന്നുന്നു, സാംസങ് J5 അങ്ങനെ ഉണ്ടാകുന്ന തോന്നുന്നു ആ ഫോൺ ഇരിക്കുന്നത്. ആ ഫോൺ തന്നെയാണ് ആ മനുഷ്യൻ്റെ ഇരിക്കുന്നത്. അപ്പം ഫോൺ കാണുമ്പോഴേ അറിയാം പഴയ ഫോണാണ്. അദ്ദേഹം പുതിയൊരു കവറൊക്കെ ഇട്ട് വെച്ചേക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഫോണല്ല, ഇന്നലെ മാർക്കറ്റിൽ വന്ന പുതിയ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ മേടിക്കാനുള്ള കാശുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹം വിളിച്ച അങ്കിളിന് ഈ ഒരു നല്ലൊരു ഫോൺ മേടിക്കുമല്ലോ എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞിടാ, ഞാൻ അങ്ങനെ ഇതിനകത്ത് വലിയതായിട്ടൊന്നും ഇരിക്കാറൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നൊരു അങ്കിളാണ്. ഞാൻ ഫേസ്ബുക്കിൽ കാണാറുണ്ട്, ഈ ഫോണിൽ ഫേസ്ബുക്ക് ഓപ്പൺ ആകാറുണ്ട്, ടിക്ടോക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പിന്നെ കോൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആളെ വിളിക്കുക, മെസ്സേജ് വായിക്കുക, അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക, ഇതൊക്കെ ഉള്ളൂ. അതിന് ഈ ഒരു ഫോൺ ധാരാളമാണ്. പിന്നെ അപ്പോഴാണ് എന്നോട് അങ്കിൾ ചോദിക്കുന്നത്, നീ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്മാർട്ട് ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും യൂസ് ചെയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഒരു 30% ആപ്ലിക്കേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു 70 അല്ലെങ്കിൽ 50 to 70% ആപ്ലിക്കേഷൻസ് നമുക്ക് എന്തുവാന്ന് പോലും നമുക്കറിയത്തില്ല സ്മാർട്ട് ഫോണിനകത്ത്. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും, നിങ്ങളുടെ സ്മാർട്ട് ഫോണിനുള്ള എത്രത്തോളം ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നോക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും തന്നെ നിങ്ങൾ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. അപ്ഡേഷൻ പോലും ചെയ്യാത്ത ചില ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് കാശുള്ളവൻ മേടിക്കട്ടെ. പക്ഷെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇന്നിപ്പം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് വെറുതെ ഈ സാധനം മേടിച്ച് 2-3 വർഷം കഴിയുമ്പം വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനാവശ്യമായ ചിലവാണ് ഈ ഒരു സംഭവം. പണ്ടൊരു സാറ് പറഞ്ഞാൽ നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോഴും ചിന്തിച്ച് വേണം, ആവശ്യം, അനാവശ്യം, അത്യാവശ്യം, ഇതിൽ ഏത് ഘടകത്തിൽ പെടുമെന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. താങ്ക് യു.